ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഹരി ഓം. നമ്മുടെ ഭജഗോവിന്ദം 2 ശ്ലോകം കൂടി ബാക്കിയുണ്ട്. 29 ശ്ലോകങ്ങൾ എടുത്തു. മൊത്തം 31 ശ്ലോകങ്ങളാണ്. അപ്പം നമുക്ക് ഇന്ന് അവസാന ഭാഗം കാണാം. ആദ്യം നമുക്ക് 23 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ഓം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ജകരണേ. കസ്ത്വം കോഹം കുത ആയാതഃ കാമേ ജനനീ കോമേ താതഃ ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്നവിചാരം. ത്വയി മയി ചാന്യത്രൈകോ വിഷ്ണുഃ വ്യർത്ഥം കുപ്യസി മയ്യസഹിഷ്ണുഃ. സർവസ്മിന്നപി പശ്യാത്മാനം സർവത്രോത്സൃജ ഭേദാജ്ഞാനം. ശത്രൗ മിത്രേ പുത്രേ ബന്ധൗ മാ കുരു യത്നം വിഗ്രഹസന്ധൗ. ഭവ സമചിത്തഃ സർവത്ര ത്വം വാഞ്ചസ്യ ചിരാദ്യതി വിഷ്ണുത്വം. കാമം ക്രോധം ലോഭം മോഹം ത്യക്ത്വാത്മാനം ഭാവയ കോഹം. ആത്മജ്ഞാനവിഹീനാ മൂഢാഃ തേ പച്യന്തെ നരകനിഗൂഢാഃ. ഗേയം ഗീതാനാമസഹസ്രം ധ്യേയം ശ്രീപതിരൂപമജസ്രം. നേയം സജ്ജനസംഗേ ചിത്തം ദേയം ദീനജനായ ച വിത്തം. സുഖദ ക്രിയത്തെ രാമാഭോഗഃ പശ്ചാദ്ഹന്ത ശരീരേ രോഗഃ. യദ്യപി ലോകേ മരണം ശരണം തദപി ന മുഞ്ചതി പാപാചരണം. അനർത്ഥം ഭാവയ നിത്യം നാസ്തി തതഃ സുഖലേശഃ സത്യം. പുത്രാദപി ധനഭാജാം ഭീതിഃ സർവത്രൈഷാ വിഹിതാ രീതിഃ. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേക വിചാരം. ജാപ്യസമേത സമാധി വിധാനം കുർവവധാനം മഹദവധാനം. ഗുരുചരണാംബുജ നിർഭര ഭക്തഃ സംസാരാദചിരാദ്ഭവമുക്തഃ. സേന്ദ്രിയമാനസ നിയമാദേവം ദ്രക്ഷ്യസി നിജ ഹൃദയസ്ഥം ദേവം. ഭജ ഗോവിന്ദം
ഗോവിന്ദം ഭജ മൂഢമതേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 16 ദിവസമായി ഭജഗോവിന്ദത്തിലെ 29 ശ്ലോകങ്ങൾ കണ്ടു. അപ്പോൾ ഒരുവിധം വിശദമായി തന്നെ നമ്മൾ വിചാരം ചെയ്തു എന്ന് വേണം തീരുമാനിക്കാം. ഇത്രയും വിശദമായി സാധാരണ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റാറില്ല. കാരണം ആർക്കും ക്ഷമയില്ലാത്തത് കൊണ്ട് 7 ദിവസം അല്ലെങ്കിൽ 5 ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വീതമുള്ളതായിട്ടുള്ള പ്രഭാഷണ പരമ്പരകളെ കൊണ്ടാണ് ഈ ഭജഗോവിന്ദം നമ്മൾ പറഞ്ഞു തീർക്കുക. സാധാരണ ഗീതാജ്ഞാനയജ്ഞങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രഭാഷണ പരമ്പരകൾ ഒക്കെ വരുമ്പോൾ ഇതിപ്പോൾ നമുക്ക് ടോട്ടൽ ഫ്രീഡം ഉണ്ടായിരുന്നു. സമയത്തെക്കുറിച്ച് യാതൊരു നിർബന്ധ ബുദ്ധിയും ഇല്ല. ഇത്ര ദിവസം കൊണ്ട് തീർക്കണം എന്ന് അങ്ങനൊരു വാശിയൊന്നും നമുക്ക് ഇല്ല. ആസ്വദിക്കുക. അപ്പം ഞാൻ ആസ്വദിക്കുകയായിരുന്നു, നിങ്ങളും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതെനിക്ക് കൂടുതൽ ആസ്വദിക്കാൻ പ്രചോദനം ആയത്. അപ്പോൾ ഈ ശ്ലോകങ്ങളുടെ അർത്ഥമെല്ലാം നിങ്ങൾ ചൊല്ലുമ്പോൾ ഉള്ളിൽ ഭാവന ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇതൊന്ന് ചൊല്ലി നോക്കുക. അതിൻ്റെ ആശയങ്ങൾ, അർത്ഥം, ഗംഭീരമായിട്ടുള്ള അർത്ഥങ്ങൾ നമ്മുടെ ഉള്ളിൽ നല്ലോണം ഇറങ്ങട്ടെ, നമ്മളെ നല്ലോണം അത് സ്വാധീനിക്കട്ടെ. നമ്മുടെ എന്താ പറയുക, മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ശരീരത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമായി തീരട്ടെ ഈ ആശയങ്ങൾ. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും, ഒരു സ്വാധീനമുണ്ടാവും. കായേന വാച മനസ ഇന്ദ്രിയൈർവാ, എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുവോ അതൊക്കെ ആ ഭഗവത് സ്മരണയോടുകൂടി ആയിത്തീരും. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്നുള്ള ആ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ മുഴങ്ങട്ടെ. അപ്പോൾ ഇന്നലെ നമ്മൾ 2 ശ്ലോകങ്ങൾ കണ്ടു, 28ഉം 29ഉം. ശത്രുവിലും മിത്രത്തിലും പുത്രനിലും ബന്ധുവിലുമൊന്നും കലഹത്തിനോ സന്ധിക്കോ ആയിക്കൊണ്ട് പ്രയത്നിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ്. കാരണം ഒന്നും സത്യമല്ല. ശത്രുവും മിത്രവും പുത്രനും ബന്ധുവുമൊന്നും ശാശ്വതമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവാൻ പോകുന്നില്ല. മാത്രമല്ല, ഈ പറഞ്ഞ ശത്രുതയും ശാശ്വതമല്ല, മിത്രതയും ശാശ്വതമല്ല. അതൊക്കെ സാപേക്ഷികമാണ്. ഓരോരുത്തരുടെ എന്താ പറയുക, അതാത് സന്ദർഭത്തിലെ മനോഭാവം അനുസരിച്ച് അവർ പെരുമാറുന്നു. അപ്പം അതൊക്കെ നമുക്ക് ഫൊർഗെറ്റ് ആൻഡ് ഫൊർഗീവ്. ആര് നമ്മളെ എന്ത് ദ്രോഹിച്ചാലും നമ്മൾ മറക്കുക, പൊറുക്കുക. അത് ചുമന്നുകൊണ്ട് നടക്കുന്നത് നമുക്ക് തന്നെ ഭാരമാണ്, നമുക്ക് തന്നെ അത് ക്യാൻസറസ് ആണ്. നമ്മുടെ മനസ്സിൻ്റെ എല്ലാ സ്വൈരവും അത് കളയും. അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുടെ കാര്യമാണെങ്കിലും അമിതമായിട്ടുള്ള അവരുമായിട്ടുള്ള ആസക്തി അല്ലെങ്കിൽ മമത, അതും ദുഃഖകാരണം ആകും. അതുകൊണ്ട് ഓരോരുത്തരെയും നിർത്തേണ്ടടുത്ത് നിർത്തുക, അതാത് സ്പേസ് കൊടുക്കുക. അവർക്ക് ഓരോരുത്തർക്കും അനുവദിക്കേണ്ട പരിധികളുണ്ട്, അവിടെ നിർത്തുക എന്ന് മനസ്സിലാക്കുക. നമ്മൾ പാമ്പുകളെ എവിടെ നിർത്തും? പട്ടിയും പൂച്ചയും നമ്മൾ എവിടെ നിർത്തും? പശുക്കളെ എവിടെ നിർത്തും? വന്യമൃഗങ്ങളെ എവിടെ നിർത്തും? ഓരോന്നിനും ഓരോ സ്പേസ് ഉണ്ട്, അല്ലേ? വന്യമൃഗങ്ങളെ നിർത്തുന്നിടത്തല്ലല്ലോ പട്ടിയും പൂച്ചയും നിർത്തുക. പശുക്കളെ അങ്ങനെയല്ലല്ലോ നിർത്തുക. ഈ ചിലർ പട്ടിയും പൂച്ചയും മടിയിലും കിടക്കയിലും ഒക്കെ ഇരുത്തും. ഉപദ്രവം ഇല്ലെങ്കിൽ ആവാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. പെറ്റുകളായിട്ട് കൊണ്ടു നടക്കുന്നത്. അപ്പം നമ്മൾ നിർത്തേണ്ട ഡിസ്റ്റൻസ് ഉണ്ട്. പാമ്പിനെ ആരും കൂടെ കിടത്താറില്ല.
അതിപ്പോൾ വാവാ സുരേഷ് ആണെങ്കിൽ പോലും അയാൾ രാത്രി ഉറങ്ങുമ്പോൾ പാമ്പിനെയും കെട്ടിപ്പിടിച്ച് കിടക്കാറില്ല. അങ്ങനെ കിടന്നാൽ ചിലപ്പോൾ രാവിലെ എണീക്കലുണ്ടാവില്ല. അതിനെ അതിൻ്റെ പാട്ടിൽ അതിൻ്റെ ഡിസ്റ്റൻസിൽ നിർത്തണം. എന്നതുപോലെ ഈ ലോകത്തിലുള്ള മനുഷ്യരെയൊക്കെ നമ്മൾ എവിടെ നിർത്തണം എന്ന് നമുക്കൊരു നിശ്ചയം ഉണ്ടാവണം. ആരെ എവിടെ നിർത്താം, അത്രേ വേണ്ടു. അതിപ്പോൾ മക്കളാണെങ്കിലും കൂടി നമ്മുടെ തലയിൽ കയറ്റി വെക്കേണ്ട കാര്യമൊന്നും ഇല്ല, നിർത്താം. അത് കുട്ടികളായിരിക്കുമ്പോൾ ലാളിക്കാം, കൊഞ്ചാം, നമുക്ക് അവർക്ക് വേണ്ടതൊക്കെ ആവശ്യത്തിനുള്ളത് മര്യാദക്കുള്ളതൊക്കെ ചെയ്തു കൊടുക്കാം. അമിതമായിട്ടല്ല ചെയ്തു കൊടുക്കേണ്ടത്. ആവശ്യത്തിലധികം കൊടുക്കുന്നത് കുട്ടികളെ നശിപ്പിക്കുകയേ ഉള്ളൂ. അമിത ലാളന കുട്ടികളെ എന്താ പറയുക, ഒന്നിനും വിലയില്ലാത്തവരാക്കി തീർക്കും. ഈ ലോകത്തിലെ ഒരു വസ്തുവും അവർക്ക് ഒരു വിലയും ഉണ്ടാവില്ല. മാത്രമല്ല ടോളറൻസ് എന്നുള്ളത് അവർക്ക് ഇല്ലാതെയാവും. അല്പം പോലും ക്ഷമയില്ലാത്തവരായിത്തീരും. അതുകൊണ്ട് ഓരോരുത്തർക്കും എങ്ങനെ നമ്മൾ ഓരോരുത്തരെയും കൈകാര്യം ചെയ്യണം എന്നുള്ള വിവേകം നമുക്ക് വേണം. അതില്ലാതെ വ്യവഹാരം നേരെയാവില്ല. അതൊക്കെ അവരവരുടെ പക്വതയ്ക്ക് അനുസരിച്ചേ ഉണ്ടാവുള്ളൂ. എന്താപ്പം ചെയ്യുക? അതുകൊണ്ടാണല്ലോ ലോകം ഇങ്ങനെ എന്നും കലഹങ്ങളും പ്രശ്നങ്ങളും. എല്ലാവർക്കും പക്വത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ലോകം വളരെ സുന്ദരമായേനെ. പക്ഷെ ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡുകളും പെരുമാറ്റ രീതികളും ഒക്കെ വളരെ വ്യത്യസ്തങ്ങളാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ കാര്യത്തിൽ നമുക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ശീലങ്ങൾക്കനുസരിച്ച് പെരുമാറട്ടെ. ശീലങ്ങളാണ് അവരെ നിയന്ത്രിക്കുന്നത്. അറിവുണ്ടായിട്ട് പോലും കാര്യമില്ല. ആ അറിവിനേക്കാൾ പ്രബലമാണ് നമ്മുടെ ശീലങ്ങൾ. നമുക്ക് അറിവുണ്ട്, ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം എന്നൊക്കെ അറിവൊക്കെ ഉണ്ട്. പക്ഷെ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല നമ്മൾ തന്നെ പെരുമാറുക, അല്ലേ? ചിലപ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്, എനിക്ക് തന്നെ എന്നെ അറിയില്ല, എൻ്റെ കൺട്രോള് വിട്ടുപോകും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇഷ്ടംപോലെ നമ്മുടെ കൺട്രോള് വിട്ടു പോകാറുണ്ട്. നമ്മൾ പിന്നീട് റിഗ്രറ്റ് ചെയ്യാറുണ്ട്, അങ്ങനെ പെരുമാറേണ്ടിയിരുന്നില്ല, അങ്ങനെ കടുത്ത വാക്കുകൾ പ്രയോഗിക്കേണ്ടിയിരുന്നില്ല. പലരോടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ദുഃഖം തോന്നാം, കഷ്ടം തോന്നാം, വല്ലാതെ പറഞ്ഞു പോയി, ആവശ്യമുണ്ടായിരുന്നില്ല, ഇത്രയും എന്താ പറയുക കഠിനമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് വിഷമാവാറുണ്ട് പിന്നീട്. അപ്പോൾ അത് നമ്മുടെ ശീലമാണ് എന്ന് പറയുക, ഓരോരുത്തരുടെയും ശീലം. ചില ആളുകൾ പരമ സാത്വികന്മാരായതുകൊണ്ട് അവർക്ക് ആരോടും കടുത്ത് പെരുമാറാനേ പറ്റില്ല. ചിലപ്പോൾ ആവശ്യമാണ് ചില സന്ദർഭങ്ങളിൽ കടുത്ത് അതുപോലും സാധിക്കില്ല അവർക്ക്, അല്ലേ? എപ്പോഴും ചൂഷണം ചെയ്യുന്ന ആളുകളെ ഒരു നിലയ്ക്ക് നിർത്താൻ ചിലർക്ക് സാധിക്കില്ല. അത് അമിതമായിട്ടുള്ള എന്താ പറയുക ഒരു സാത്വികത. അതിനെ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കണം എന്നറിയാതെ വല്ലാതെ പശുക്കളെ പോലെ വിധേയമായി കൊടുക്കും. അപ്പോൾ എന്താവും, ആളുകൾ വീണ് കിടന്നിടത്ത് ഓടിക്കയറുക എന്ന് പറയും. വീണ മരത്തിൽ ഓടിക്കയറുക, അങ്ങനെ ഒരു ചൊല്ല് ലോകത്തിലുണ്ട്. അപ്പോൾ ആരാണോ കൂടുതൽ എന്താ പറയുക ക്വയറ്റായി മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം സഹിക്കുന്നത്, അവരുടെ നേരെ എന്തും കാണിക്കാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം മറ്റുള്ളവരെടുക്കും. അത് അവരെയും നശിപ്പിക്കും, നമ്മളെയും നശിപ്പിക്കും. അറിയാം. അപ്പോൾ അതിന് വേണ്ടിടത്ത് വേണ്ട രീതിയിൽ വേഷം കെട്ടാനെങ്കിലും അറിയണം. നമുക്ക് ഉള്ളിൽ ദേഷ്യമൊന്നും ഇല്ലെങ്കിലും ചിലയിടത്ത് നമ്മൾ ദേഷ്യം പ്രകടിപ്പിച്ചേ മതിയാവും. അതൊക്കെ നാടകമാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നാടകം നടിക്കാം നമുക്ക്. എങ്ങനെയാണോ അമ്മമാരെ കുട്ടികളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല അവരോട് ദേഷ്യപ്പെടാറ്, അതുപോലെ അവർ നന്നാവണം എന്നുള്ള വിചാരം കൊണ്ടാണ്. അപ്പം ആ രീതിയിൽ നമുക്ക് ലോകത്തിൽ പെരുമാറാം. അപ്പം ഇതൊക്കെ നമുക്ക് വിവേകം കൊണ്ട് സാധിക്കേണ്ടതാണ്. പതുക്കെ 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 നമ്മുടെ ശീലമായി മാറ്റേണ്ടതാണ്. അപ്പോൾ എല്ലാറ്റിലും എളുപ്പം എന്താണ്? എല്ലാവരോടും ഒരുപോലെ സ്നേഹപൂർവ്വം പെരുമാറാൻ. സർവസ്മിന്നഭി പശ്യ ആത്മാനം, എല്ലാറ്റിലും അവനവനെ കാണുക, ആത്മാവിനെ കാണുക. എന്നിട്ട് സർവത്ര ഭേദ അജ്ഞാനം ഉത്സൃജ, എല്ലാറ്റിലുമുള്ള ഭേദബുദ്ധിയെ, അജ്ഞാന ബുദ്ധിയെ വെടിയുക എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു 29-ാം ശ്ലോകത്തിൽ, ഓരോരുത്തരും സുഖത്തിനായിക്കൊണ്ട് വിഷയഭോഗങ്ങളെ, സ്ത്രീ സംഘത്തെ ഒക്കെ അനുഭവിക്കുന്നു. എന്നിട്ട് പിന്നീട് രോഗം വന്ന് കഷ്ടപ്പെടുന്നു. ഇപ്പൊ ലോകത്തിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് മരണം സംഭവിക്കാം. മരണം നിശ്ചിതമാണ്.
ആ മരിച്ച സമയത്ത് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം മാത്രമാണ്. അഥവാ പാപങ്ങളുടെയും ഫലം കൊണ്ടുപോകും. പുണ്യപാപങ്ങളാണ് നമ്മൾ ചുമന്നു കൊണ്ടുപോകാൻ പോകുന്നത്. ബാക്കി നമ്മൾ ഈ ലോകത്തിൽ നേടിയതായിട്ടുള്ള പാപങ്ങൾ ആചരിച്ച് മറ്റുള്ളവരെ വേദനിപ്പിച്ച് നമ്മൾ സമ്പാദിച്ച് കൂട്ടിയതായിട്ടുള്ള ഒന്നും നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ എന്തിനാ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ സമ്പാദിക്കുന്നത്? ഇത് ചിന്തിക്കുക. എന്നിട്ട് ആരെയും വേദനിപ്പിക്കാതെ ധാർമ്മികമായി നമ്മൾ ചെയ്തതിൻ്റെ അനുസരിച്ച് നമുക്ക് വന്നു ചേരുന്ന അർഹതയുള്ളതിനെ മാത്രം നമ്മൾ സ്വീകരിക്കുക. എന്നിട്ട് അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത്, നമ്മൾ അർഹതയുണ്ട് നമുക്ക് കുറെ വന്നു ചേർന്നു എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ നമ്മൾ അനുഭവിക്കണമെന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടില്ല. നമുക്ക് മിനിമം ആവശ്യമുള്ളത് മാത്രം എടുത്ത് ലളിത ജീവിതം നയിച്ച് ബാക്കിയുള്ളത് മുഴുവൻ തിരിച്ച് സമൂഹത്തിലേക്ക് തന്നെ കൊടുക്കുക. നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക്, നമ്മുടെ ബന്ധുക്കൾക്കാവാം, അയൽവാസികൾക്കാവാം, സമൂഹത്തില് താഴെക്കടയിലുള്ളവർക്കാവാം, ഏറ്റവും അർഹിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് നമ്മളാലാവുന്ന സഹായം എപ്പോഴും ചെയ്യുക. അതാണ് ബുദ്ധിപൂർവമായിട്ടുള്ള, വിവേകപൂർവമായിട്ടുള്ള ജീവിതം. അപ്പോൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പാപാചരണം ചെയ്യാതിരിക്കുക. അവനവൻ്റെ ഭോഗത്തിന് വേണ്ടി പാപാചരണം ചെയ്ത് ഭോഗം അനുഭവിക്കുകയും പിന്നീട് അത് രോഗമായി പരിണമിക്കുകയും ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ. ഇനി അടുത്ത 2 ശ്ലോകങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത 30-ാം ശ്ലോകം. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേക വിചാരം ജാപ്യസമേത സമാധി വിധാനം കുർവവദാനം മഹദവധാനം. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേക വിചാരം ജാപ്യസമേത സമാധി വിധാനം കുർവവദാനം മഹദവധാനം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇവിടെ ചില സാധനാ പദ്ധതികളെ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. എന്തിനായിക്കൊണ്ട്? നമ്മുടെ സംസാര വാസനകൾ നമ്മളെ വീണ്ടും വീണ്ടും ഈ ലോകത്തിലേക്ക്, ഭൗതികതയിലേക്ക്, വിഷയലാലസതയിലേക്ക് വലിച്ചഴച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സംസ്കാരം, നമ്മുടെ ജന്മാന്തര സംസ്കാരം, ആഹാര, നിദ്ര, ഭയ, മൈഥുനം, ഈ ജന്മാന്തരങ്ങളായി ഏത് ജന്തുവായിരിക്കുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ ജന്മങ്ങളിലും ആവശ്യമാണ് ആഹാരം. എല്ലാറ്റിലും ഉണ്ട് സുരക്ഷിതത്വത്തിനുള്ളതായിട്ടുള്ള വ്യഗ്രത, അതുപോലെ വിശ്രമം, ഉറക്കം മുതലായത് എല്ലാ ജന്മത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റ്, ലക്ഷറികളാവാമോ ഓരോ ജന്മത്തിലും അതാത് രീതിയിൽ. അത് കഴിഞ്ഞ് മൈഥുനം, ഇണചേരൽ, പ്രത്യുൽപാദനത്തിനായിക്കൊണ്ടും ആനന്ദത്തിനായിക്കൊണ്ടും ഇണചേരൽ, ഇത് എല്ലാ ജന്മത്തിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജന്മാന്തരങ്ങളിൽ ആർജിച്ച ഈ 4 കാര്യങ്ങളിലുള്ള നമ്മുടെ വാസന അത് വളരെ പ്രബലമാണ് ഓരോരുത്തരിലും. അപ്പൊ ഈ വാസന കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പഴയ ആ സ്വഭാവത്തിലേക്ക് തന്നെ, ആ പ്രാകൃത ഭാവത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പൊ നമ്മൾ കുറെ അറിവ് നേടിയത് കൊണ്ട് മാത്രം ആയില്ല. നമ്മുടെ ബുദ്ധിക്ക് അറിവ് ധാരാളം നമ്മൾ ആചാര്യന്മാരുടെ ശ്രവണ മനനങ്ങൾ ചെയ്തുകൊണ്ടും ശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ടും ഒക്കെ നിറയെ നമ്മൾ ഇൻഫോംഡ് ആവും, നോളജബിൾ ആവും. പക്ഷെ വേണ്ടത്ര ആ അറിവ് പ്രായോഗികം ആവുക, വിസ്ഡം ആയി മാറുക. ഈ നോളജിനെ നമ്മൾ വിസ്ഡം ആക്കി പരിണമിപ്പിക്കണം. പ്രായോഗിക ജീവിതത്തിലേക്ക് അത് ഉപയോഗിക്കണം, ജീവിതത്തെ അനുഗ്രഹിക്കണം. അപ്പൊ അതിന് എന്ത് വേണം വെച്ചാൽ അറിവല്ല നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. അതാണ് വലിയൊരു തിരിച്ചറിവ്. അറിവിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ ശീലങ്ങൾ. ആ ശീലങ്ങളെ നിയന്ത്രിക്കാതെ നിങ്ങൾ എത്ര അറിവുള്ളവരായിട്ടും കാര്യമില്ല. നമ്മൾ കാണുന്നുണ്ട് സമൂഹത്തില് വലിയ 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 അറിവുള്ളവര് നീച്ച കർമ്മങ്ങൾ ചെയ്ത് അധപ്പതിക്കുന്നത് ധാരാളം കാണുന്നു. അറിവില്ലായ്മ കൊണ്ടല്ല, അറിവും പാണ്ഡിത്യവും പ്രായവും ഒക്കെ ആയിട്ടും ആളുകൾ തലയും കുത്തി വീഴുന്നത് നമ്മൾ കാണും.
ജ്ഞാനിനാമപി ചേതാംസി ദേവീ ഭഗവതീ ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായാ നിയച്ഛതി. ദേവി മഹാത്മ്യം പറയുന്നു, ജ്ഞാനികളാണെങ്കിൽ പോലും, എത്ര മഹാജ്ഞാനികളാണെങ്കിൽ പോലും, ജ്ഞാനിനാമപി ചേതാംസി, എന്താണ് മഹാമായ എന്ത് ചെയ്യണു? ബലാദാകൃഷ്യ മോഹായ നിയച്ഛതി, ബലാത്കാരേണ വലിച്ചഴച്ച് മോഹത്തിനായിക്കൊണ്ട് സമർപ്പിക്കുന്നു, അവരെ മോഹിതരാക്കി തീർക്കുന്നു. അപ്പോൾ വലിയ ജ്ഞാനം കൊണ്ട് കാര്യമില്ല, ജ്ഞാനത്തോടൊപ്പം തപസ് വേണം. തപസ് എന്ന് പറഞ്ഞാൽ സാധനകൾ വേണം. എന്തിനായിക്കൊണ്ട്? സെൽഫ് ഡിസിപ്ലിൻ ആയിക്കൊണ്ട്. അപ്പോൾ ജീവിത വിജയത്തിലേക്ക് ഏറ്റവും വലിയ ഘടകമായി നിൽക്കുന്നത് നമ്മുടെ അച്ചടക്കമാണ്, ഡിസിപ്ലിനാണ്. നമ്മുടെ കുട്ടികളെ അതാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കുട്ടികളെ നമ്മൾ ഇപ്പൊ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. കുട്ടികൾ നല്ല ബ്രില്യൻ്റ് ആണ്. ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ നമ്മളെക്കാളൊക്കെ വളരെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കാനുള്ള പാഠവമുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. പെട്ടെന്നാണ് അവർ ഓരോ കാര്യങ്ങളും അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റലിജന്റ് ആണ് കുട്ടികൾ. ഒരുപാട് നോളജ് നമ്മളെക്കാൾ അവർ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അഥവാ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എവിടുന്ന് നോളജ് കിട്ടുമെന്ന് അറിയാം. ഗൂഗിൾ പോയി ഏത് വഴിയിൽ എവിടെ പോയി സെർച്ച് ചെയ്ത് എങ്ങനെ ആ നോളജ് ഡൗൺലോഡ് ചെയ്യണം എന്ന് അവർക്കറിയാം. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾക്ക് അറിവില്ലായ്മ ഇല്ല, ബുദ്ധിയില്ലായ്മയില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ധാരാളം കാണുന്നു. എത്രയോ കുട്ടികൾ, വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് ഇഷ്ടം പോലെ കാണുന്നു. നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും ആത്മഹത്യാ നിരക്ക് ഏറ്റവും കൂടുതൽ. അതും വിദ്യാസമ്പന്നരുടെ ഇടയിലാണ് ആത്മഹത്യ കൂടുതൽ. മൂടന്മാരുടെ ഇടയിൽ നിത്യം എന്താ പറയുക, അധ്വാനിച്ചു കൊണ്ടുവരുന്ന കൂലിപ്പണിക്കാരുടെ ഇടയിൽ ആത്മഹത്യ ഇല്ല. അത് വളരെ ചുരുക്കമാണ്. വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുടെ ഇടയിലാണ് ആത്മഹത്യ കൂടുതൽ. നിങ്ങളൊന്ന് സർവേ ചെയ്ത് നോക്കൂ. ഏറ്റവും കൂടുതൽ അറിവും ധനവും സൗകര്യവും എല്ലാമുള്ള വീടുകളിലാണ് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. കുട്ടികൾ മാത്രമല്ല, പ്രായമായവരും 30-40 വയസ്സായവരും ഒക്കെ ചെയ്യുന്നു. ഒരു നിസ്സാര കാര്യങ്ങളായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണത്? അവർക്കത് പല ചെറിയ കാര്യങ്ങൾ പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ക്ഷമാശക്തി, സഹിഷ്ണുത എന്ന് പറയും, ഏത് സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളാനുള്ളതായിട്ടുള്ള ആ ഒരു പക്വത, ശീതം ഉഷ്ണം, ജയം പരാജയം, ലാഭം നഷ്ടം, മാനം അപമാനം, സുഖം ദുഃഖം, ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളെ, നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ദ്വന്ദ്വങ്ങൾ നിരന്തരം മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് ശീതമാണെങ്കിൽ നാളെ ഉഷ്ണമായിരിക്കും, ഇന്ന് മഴയാണെങ്കിൽ നാളെ വെയിലായിരിക്കും, രാവിലെ മഴയായിരിക്കാം, ഉച്ചയ്ക്ക് വെയിലായിരിക്കാം, ഇന്ന് പകൽ വൈകിട്ട് രാത്രി, ഇങ്ങനെ ദ്വന്ദ്വങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും, മാനം ഉണ്ടാവും, അപമാനം ഉണ്ടാവും. ഇത് രണ്ടും ഒരുപോലെ സഹിക്കാനുള്ളതായിട്ടുള്ള ആ ഒരു ടോളറൻസ്, ആ പക്വത, സഹിഷ്ണുത, ക്ഷമത, അത് കുട്ടികൾക്ക് ഉണ്ടാവണമെങ്കിൽ ജീവിതത്തിൽ കുറേ ഡിസിപ്ലിൻസ് അവർ പരിശീലിക്കണം. അങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്, നല്ലോണം പഠിച്ച് വലിയ വിദ്യാസമ്പന്നരായി, ഡോക്ടറായി, എഞ്ചിനീയറായി, അല്ലെങ്കിൽ വലിയ പ്രൊഫഷണൽസായി വിവാഹം കഴിച്ചു 6 മാസത്തിനകം കുട്ടികൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് കാണാം. പെൺകുട്ടികൾ ഭർത്താവിൻ്റെ കൂടെ ചേർന്ന് പോകാൻ പറ്റുന്നില്ല, അവരുടെ വീട്ടിൽ നിൽക്കാൻ ഒട്ടും പറ്റുന്നില്ല. ഭർത്താവിൻ്റെ കൂടെ തനിയെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കാൻ പറഞ്ഞാൽ അതിന് പോലും സാധിക്കുന്നില്ല. ഒരാളെ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തൻ്റെ ജീവിതത്തിലേക്ക് നിരന്തരമായിട്ട് തൻ്റെ ജീവിത അവസാനം വരെ താൻ തിരഞ്ഞെടുത്ത, തൻ്റെ കുടുംബക്കാരെല്ലാം കൂടി തിരഞ്ഞെടുത്തതായിട്ടുള്ള തൻ്റെ ലൈഫ് പാർട്ട്ണറാണ് ഈ ഭർത്താവ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ കുറവുകളോ പ്രശ്നങ്ങളോ, എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളോ ഒക്കെ ഞാൻ എന്താ പറയുക ടോളറേറ്റ് ചെയ്യേണ്ടതാണ്. അത് സ്നേഹം കൊണ്ട് അതിനെ എന്താ പറയുക
അതൊരു സഹനമല്ലാതെ, ത്യാഗമല്ലാതെ, അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ അതിനെ ഒരു അക്കോമഡേഷനാക്കി മാറ്റണം. കാരണം നമ്മൾ അത്രയും വിശാലത ആർജിച്ചാൽ മാത്രമേ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റത് അഡ്ജസ്റ്റ്മെന്റും അക്കോമഡേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് തൽക്കാലത്തേക്കൊരു നീട്ടിവെപ്പാണ്. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്നും ഒരുപോലെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റിയാണ്. അപ്പോൾ മറ്റത് അഡ്ജസ്റ്റ്മെന്റിൽ കുറേ കാലം അഡ്ജസ്റ്റ് ചെയ്യും, കുറേ കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിൽ വരും, അപ്പോൾ പൊട്ടിത്തെറിക്കും. അങ്ങനെയല്ല, അക്കോമഡേറ്റ് ചെയ്യാറാവണം. അതിന് നമ്മൾ പക്വത, അതിനുള്ള വിശാലത ആർജിക്കണം. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലുള്ള അഭ്യാസം കൊണ്ടാണ്. അത് ബാല്യത്തിൽ തന്നെ അഭ്യസിക്കണം. കുട്ടിക്കാലത്ത് തന്നെ കഷ്ടപ്പാടുകൾ കുറേയൊക്കെ അനുഭവിക്കണം. വിശപ്പ് അറിയണം. അതുപോലെ അധ്വാനത്തിൻ്റെ വില അറിയണം. വസ്തുക്കളുടെ മൂല്യം അറിയണം. ഇന്ന് കുട്ടികൾക്ക് ഒരു വസ്തുവിൻ്റെയും മൂല്യം അറിയില്ല. കാരണം ആവശ്യപ്പെടുമ്പോൾ ഉടനെ അച്ഛനമ്മമാർ വാങ്ങിച്ചു കൊടുക്കുകയാണ്. ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതലും വാങ്ങിച്ചു കൊടുക്കുന്നു പലരും. ഞങ്ങളുടെ ബാല്യത്തിൽ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് അത് കിട്ടാതിരിക്കരുത് എന്നാണ് അമ്മമാരുടെയും അച്ഛന്മാരുടെയും വിചാരം. എന്നിട്ട് അവർ ആഗ്രഹിക്കുന്നതിന് മുമ്പേ തന്നെ അത് വാങ്ങിച്ചു കൊടുത്ത് അവരെ വസ്തുക്കൾക്ക് വിലയില്ലാതെയാവുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഇതിലൊന്നും ഒരു താല്പര്യം ഇല്ലാതെയാവും. പെട്ടെന്ന് എല്ലാം മടുക്കുന്ന, ബോറടിക്കുന്ന, എവിടെ നിന്നാലും എന്ത് ചെയ്താലും അവർക്ക് ബോറടിക്കുക എന്നുള്ളത് ഇന്നത്തെ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ശീലമായി മാറിയിരിക്കുന്നു. എനിക്ക് ബോറടിക്കണം. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും പുതിയത് വേണം അവർക്ക്. അവരെ പ്രചോദിപ്പിക്കാൻ പഴയതുകൾക്കൊന്നും സാധിക്കാതെയായി. അപ്പോൾ പുതിയത് കൊടുത്തോണ്ടേയിരിക്കണം. അങ്ങനെ പുതിയതിൻ്റെ പുറകെ ആട് മേയുന്നത് പോലെ മേഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇന്നത്തെ പുതിയ കുട്ടികൾ. അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം ഉണ്ടാകുമ്പോഴാണ് അവർക്ക് ആ ഒരു ക്ഷമയില്ലാതെ, ടോളറൻസ് ഇല്ലാതെ വല്ല അത്യാഹിതങ്ങളും അപകടങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പം അതിന് ബാല്യത്തിൽ തന്നെ നമ്മൾ ഡിസിപ്ലിൻ ശീലിക്കണം. ഇന്ദ്രിയ നിയന്ത്രണം, മനോനിയന്ത്രണം അത് പരിശീലിക്കണം. അപ്പം അതിൻ്റെ ഒരു പദ്ധതിയാണ് ഇവിടെ. പ്രത്യേകിച്ച് ആധ്യാത്മിക സാധകന്മാർ ഈശ്വര സാക്ഷാത്കാരത്തിന് അഥവാ ആത്മസാക്ഷാത്കാരത്തിന് അധികാരികളാവണമെങ്കിൽ ഇന്ന യോഗ്യതകളൊക്കെ വേണം. വിവേകം, വൈരാഗ്യം, ശമാധി ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം, ഇങ്ങനെ 4 ക്വാളിഫിക്കേഷൻസ് അത് വേണം. അതിനെ സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറയും. അങ്ങനെയുള്ള അധികാരികൾക്ക് മാത്രമേ മോക്ഷപ്രാപ്തി സാധ്യമാവുകയുള്ളൂ. ആത്മജ്ഞാനം അത് ബോധം ആവുള്ളൂ, ഉണരുകയുള്ളൂ. ആ ആത്മജ്ഞാനം അനുഭവിക്കാൻ, ആ തലത്തിൽ വിഹരിക്കാൻ ഈ 4 ഗുണങ്ങൾ, സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് സാധനങ്ങളാണത്. സാധന ചതുഷ്ടയ സമ്പത്തി തന്നെയാണ്. സാധനം 4 കാര്യങ്ങൾ, 4 ഗുണങ്ങൾ, 4 ക്വാളിഫിക്കേഷൻസ്. അത് വിവേകം എന്ന് പറഞ്ഞാൽ നിത്യാനിത്യ വിവേകം തന്നെ, അല്ലെങ്കിൽ ആത്മ അനാത്മ വിവേകം. ആത്മാവ് എന്താണ്, അനാത്മാവ് എന്താണ്, നിത്യം എന്താണ്, അനിത്യം എന്താണ്, ഇതിനെ വേർതിരിച്ച് ഉത്തമ ബോധ്യം വരണം. അപ്പം അതിനുള്ള വിവേക സാമർഥ്യം വേണം. എന്നിട്ട് നിത്യമായ വസ്തുവിൽ നമ്മുടെ മനസ്സ് ഉറയ്ക്കണം, നിശ്ചയിച്ചുറയ്ക്കണം. ബുദ്ധി കൊണ്ട് നിത്യാനിത്യ വിവേകം ചെയ്ത് മനസ്സ് നിത്യത്തിൽ ഉറയ്ക്കണം. മനസ്സിനെ നമുക്ക് ഈശിക്കാൻ, നിയന്ത്രിക്കാൻ സാധിക്കണം. അതിന് ബുദ്ധിക്ക് പരിപൂർണമായിട്ടുള്ള കൺവിക്ഷൻ വേണം. ബുദ്ധിയിൽ നിശ്ചയം ഉറയ്ക്കുമ്പോഴേ മനസ്സ് അതിനനുകൂലമായി നിൽക്കുള്ളൂ. ബുദ്ധി തന്നെ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, ബുദ്ധിയിൽ നിശ്ചയമില്ലെങ്കിൽ, ഏതാണ് നിത്യം, ഏതാണ് അനിത്യം, ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, ഏതാണ് ആത്മാ, ഏതാണ് അനാത്മാ എന്ന് ബുദ്ധിക്ക് നിശ്ചയമില്ലെങ്കിൽ മനസ്സും അതുപോലെ തന്നെ കളിച്ചുകൊണ്ടിരിക്കും, വ്യഭിചാരിയായിരിക്കും മനസ്സ്. അപ്പോൾ മനസ്സിന്റെ ചാഞ്ചല്യം ഇല്ലാതാവണമെങ്കിൽ ആദ്യം ബുദ്ധിയിലെ കൺവിക്ഷൻ വേണം, നിശ്ചയം വേണം. നിത്യവും നിത്യമായതും എന്താണ് ആത്മാവിന്റെ സ്വരൂപമെന്നുമുള്ള കാര്യത്തിൽ ഉറപ്പു വരണം. അതിനാണ് വിവേക വിചാരം എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾ ആചാര്യന്മാരിൽ നിന്ന് ശ്രവണം ചെയ്യുന്നതും അത് മനനം ചെയ്യുന്നതും അതിൻ്റെ നിധിധ്യാസനവും.
അപ്പൊ ബുദ്ധിയെ നല്ല സ്ട്രോങ് ആക്കി, ബുദ്ധിയാകുന്ന സാരഥിയുടെ കയ്യിൽ മനസ്സാകുന്ന കടിഞ്ഞാൺ ഭദ്രമാവണം. അപ്പോഴേ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ സ്വാഭാവികമായി നിയന്ത്രണത്തിൽ നിൽക്കുള്ളൂ. മറ്റത് ഇപ്പോ കുതിരകളുടെ കയ്യിലാണ് കടിഞ്ഞാൺ ബുദ്ധിയുടെ അഥവാ സാരഥിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കണം. കടിഞ്ഞാൺ പൊട്ടുന്നു, കടിഞ്ഞാൺ ബുദ്ധിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു. നമ്മുടെ ബുദ്ധിയെ സാരഥിയായും മനസ്സിനെ കടിഞ്ഞാണായും ഇന്ദ്രിയങ്ങളെ കുതിരകളായും ഉപമിച്ചിരിക്കുന്നു ഉപനിഷത്തുക്കൾ. നമ്മുടെ ശരീരമാകുന്ന രഥത്തിന്റെ സ്വാമി ജീവൻ ആകുന്ന സ്വാമിയാണ്. ആ ജീവനാകുന്ന സ്വാമിക്ക് സ്വധാമത്തിലേക്ക് എത്താനുള്ള വാഹനമാണ് ഈ മനുഷ്യ ശരീരം. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാ തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹുർ മനീഷിണഃ എന്ന് കഠോപനിഷത്തിലെ മന്ത്രം. അപ്പോൾ ശരീരത്തെ രഥമായി ഭാവന ചെയ്ത്, ഈ രഥം ആർക്ക് വേണ്ടിയിട്ടാണ്? രഥത്തിന്റെ സ്വാമി ആരാണ്? ഇതിലെ ജീവനാണ്. അതാണ് ആത്മാനം രഥിനം വിദ്ധി. ആത്മാവിനെ, ഇവിടെ ജീവാത്മാവിനെ രഥിയായിട്ട്, രഥി എന്നാൽ രഥത്തിന്റെ ഉടമസ്ഥൻ. രഥം അസ്യ അസ്തി ഇതി രഥി, അവനൊരു രഥമുണ്ട്. അപ്പൊ ദേഹി തന്നെയാണ് രഥി, ദേഹമാണ് രഥം. അപ്പൊ ദേഹിയാകുന്ന രഥിയുടെ സൗകര്യത്തിനുള്ളതാണ് ദേഹം എന്ന രഥം. അപ്പോ ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു, ശരീരമാകട്ടെ രഥമാകുന്നു. ബുദ്ധിം തു സാരഥിം വിദ്ധി, ബുദ്ധിയെ സാരഥിയായി അറിഞ്ഞാലും. അപ്പൊ ബുദ്ധി സാരഥിയാവണമെങ്കിൽ നല്ലോണം അഭ്യാസം ഉണ്ടാവണം ബുദ്ധിക്ക്. കുതിരകളെ നിയന്ത്രിക്കാൻ കടിഞ്ഞാൺ എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നൊക്കെയുള്ള ആ നല്ല സാമർത്ഥ്യം, വിവേകം ഉണ്ടാവണം സാരഥിക്ക്, അല്ലെ? അപ്പൊ അതുപോലെയാണ് ബുദ്ധിയാകുന്ന സാരഥിക്ക് നല്ലോണം വിവേക വിചാരം ചെയ്ത അഭ്യാസ പാടവം ഉണ്ടായിരിക്കണം. എന്നിട്ട് മനസ്സാകുന്ന കടിഞ്ഞാൺ, അല്ലെ, മനഃപ്രഗ്രഹമേവ ച, മനസ്സിനെ പ്രഗ്രഹമായിട്ട് അറിയണം. പ്രഗ്രഹം എന്നാൽ കടിഞ്ഞാൺ. അപ്പൊ മനസ്സാകുന്ന കടിഞ്ഞാണിനും അതിൻ്റെതായിട്ടുള്ള ദൃഢതയുണ്ടായിരിക്കണം, നല്ല മാർദ്ദവം ഉണ്ടായിരിക്കണം, അല്ലെ? നല്ല കൈകാര്യം ചെയ്യാൻ സൗകര്യമായിരിക്കുള്ളൂ. മറ്റത് കയറ് ബലമില്ലാത്തതും മൃദുവല്ലാത്തതുമൊക്കെ ആണെങ്കിൽ അത് കുതിരകൾക്കും അസ്വസ്ഥത ഉണ്ടാക്കും, പിടിക്കുന്ന സാരഥിക്കും അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പൊ നല്ലോണം എന്താ പറയുക, കയറ് നല്ല വഴുവഴുന്ന എണ്ണ തേച്ചതുപോലെ സംസ്കരിച്ചെടുത്തതായിരിക്കും ഈ കുതിരയൊക്കെ കെട്ടുന്ന കയറുകൾ. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മൃദുത്വം ഉണ്ട്. കെട്ടുന്നിടത്ത് വേദനിക്കില്ല, പിടിക്കുന്ന ആൾക്കും വേദനിക്കാൻ പാടില്ല. അപ്പൊ അതുപോലെ മാർദ്ദവമുള്ളതും എന്നാൽ ആവശ്യത്തിന് ദൃഢത ഉള്ളതും ആയിരിക്കണം അത്. അപ്പൊ മനസ്സിന് ആ ഒരു മൃദുത്വം, ദാർഢ്യം രണ്ടും വേണം. അങ്ങനെയുള്ള മനസ്സാകുന്ന കടിഞ്ഞാൺ, ഇന്ദ്രിയങ്ങളാകുന്ന കുതിര, ആ കുതിരകളെ നിയന്ത്രിക്കാൻ ഈ സാരഥിക്ക് നല്ല പാടവം വേണം. ഈ കുതിരകൾക്ക് പോകാനുള്ള വഴികൾ ഏതാണ്? വിഷയാൻ തേഷു ഗോചരാൻ, ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതാത് വിഷയങ്ങളാണ് ഇവയ്ക്ക് പോകാനുള്ള വഴി. ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാണ് ഈ കുതിരകൾ പായുന്ന വഴി. അപ്പൊ ഈ കുതിരകളെ നമ്മൾ നിയന്ത്രണമില്ലെങ്കിൽ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ അത് തോന്നിയതുപോലെ പോകും, 5 വഴിക്ക് പായും. അപ്പൊ എന്താവും? ഈ വണ്ടി തകിടം മറിയും. അപ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് ലക്ഷ്യബോധം സാരഥിക്കുണ്ടാവണം. അതുപോലെ കുതിരകളുടെ നിയന്ത്രണവും സാരഥിക്കുണ്ടാവണം. കയറിന് നല്ല ബലവും ഉണ്ടാവണം. അതാണ് വിഷയാൻ തേഷു ഗോചരാൻ. അങ്ങനെ ആത്മ ഇന്ദ്രിയ മനോയുക്തം ഭോക്താ ഇതി ആഹു മനീഷിണഃ. ആത്മാവും ഇന്ദ്രിയവും മനസ്സും ചേർന്നിട്ടുള്ള ആ ഒരു എന്താ പറയുക, കോംപ്ലക്സിനെ, ഒരു കോമ്പൗണ്ടിനെ ആണ്, കോമ്പിനേഷനെയാണ് ഭോക്ത എന്ന് പറയുന്നത്. ജീവനെ തന്നെയാണ് ഇവിടെ ഭോക്ത എന്ന് പറയുന്നത്.
അപ്പൊ ഇതെല്ലാം ചേർന്ന ആളാണ് ഭോക്ത. എന്നിട്ട് ഈ ഏതൊരു സാരഥിയാണോ നല്ല സാമർഥ്യമുള്ള സാരഥി, അയാൾ ലക്ഷ്യത്തിലെത്തുന്നു. നല്ല സാരഥിയുള്ള രഥി വിജയിക്കുന്നു. എന്നാൽ ഏത് രഥിക്കാണോ പ്രാഗൽഭ്യമില്ലാത്ത സാരഥിയും അടക്കമില്ലാത്ത കുതിരകളും ബലമില്ലാത്ത കടിഞ്ഞാണുമൊക്കെ ഉള്ളത്, അയാളുടെ രഥം ലക്ഷ്യത്തിലെത്താതെ മറിയുന്നു, നശിക്കുന്നു. രഥിക്ക് തന്നെയാണ് നഷ്ടം. അപ്പൊ അതുപോലെ ഇത് വളരെ നല്ല രീതിയിൽ കഠോപനിഷത്തിൽ പറഞ്ഞു തന്ന ദൃഷ്ടാന്തമാണ്, ഉപമയാണ്. അപ്പം ഇത് നമ്മൾ എന്നും ഉൾക്കൊള്ളുക. എന്നിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ ശീലിക്കണം. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും അതിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാനും. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമാണ് ദമം എന്ന് പറയുന്നത്. ദമം എന്നാൽ സ്വാഭാവികമായ ഇന്ദ്രിയ നിയന്ത്രണം, നല്ല അടക്കമുള്ള ഇന്ദ്രിയങ്ങൾ. ശമം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ നിയന്ത്രണത്തിനെയാണ് ശാന്തി, ശമം എന്ന് പറയുന്നത്. മനസ്സ് സ്വാഭാവികമായിട്ട് ശാന്തമായിരിക്കുക, സ്വസ്ഥമായിരിക്കുക, അജിറ്റേറ്റഡേ അല്ല. അപ്പൊ അങ്ങനെ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഈ ഒരു പക്വത ആർജിക്കുന്നത് വരെ നമ്മൾ ഇത്തിരി കഠിനമായിട്ട് അഭ്യാസം ചെയ്യണം. അഭ്യാസം കൊണ്ടാണ് ഈ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ശമദമങ്ങൾ വരിക. അഭ്യാസം മാത്രം പോരാ, അഭ്യാസത്തോടൊപ്പം എന്ത് വേണം? വിവേക വിചാരവും വേണം. വെറുതെ മറ്റേ ബലം പിടിച്ചത് കൊണ്ട് മാത്രമായില്ല. ബലം പിടിക്കുന്നതോടൊപ്പം അതിനെ ബോധവൽക്കരിക്കുകയും വേണം. അതാണ് ഇവിടെ പറയുന്നത്. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേക വിചാരം ജാപ്യ സമേത സമാധി വിധാനം കുർവ അവധാനം മഹദവധാനം. പ്രാണായാമം, പ്രാണായാമം എന്ന് പറഞ്ഞാൽ പ്രാണങ്ങളെ അയമിക്കുക അല്ലെങ്കിൽ യമിക്കുക, നിയന്ത്രിക്കുക. ആയമം എന്ന് പറഞ്ഞാൽ ആസമന്താത് യമനം. യമിക്കുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക എന്നാണ്, കൺട്രോൾ ചെയ്യുക. ആ പ്രാണങ്ങളെ നന്നായി നിയന്ത്രിക്കുക. ആ പ്രാണങ്ങളുടെ നിയന്ത്രണം, ശ്വാസ ഉച്ഛ്വാസങ്ങളുടെ നിയന്ത്രണം നല്ലതുപോലെ നേടിയെടുത്താൽ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാം. കാരണം പ്രാണനും മനസ്സും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ ഘടകങ്ങളാണ് പ്രാണനും മനസ്സും. പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം എന്ന് വെച്ചാൽ ബുദ്ധി. അപ്പൊ പ്രാണൻ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തമൊക്കെ അതിൽ പെട്ടു. അതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം. അപ്പൊ സൂക്ഷ്മ ശരീരത്തിൽ എവിടെയെങ്കിലും പിടുത്തം കിട്ടിയാൽ മതി നമുക്ക്. അതാണ് പ്രാണനെ പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ പിടിക്കാം. നമ്മുടെ രമണ മഹർഷി വളരെ നല്ല രീതിയിൽ ഉപദേശസാരത്തിൽ പറയുന്നു, പ്രാണരോധനാത് ലീയതേ മനഃ ജാലപക്ഷിവത്. ഏതുപോലെ? ജാലപക്ഷിവത്, വലയിൽ കുരുങ്ങിയ പക്ഷിയെ പോലെ പ്രാണരോധനം കൊണ്ട് മനഃ ലീയത്തെ, മനസ്സടങ്ങുന്നു. അപ്പൊ പ്രാണനാണ് വല, മനസ്സാണ് പക്ഷി. വല വീശി പക്ഷിയെ പിടിക്കുന്നത് പോലെ വലയ്ക്കകത്ത് പെട്ടുകഴിഞ്ഞാൽ ഈ പക്ഷിക്ക് തോന്നിയ പോലെ പറക്കാൻ പറ്റില്ല, ചിറക് വിരിച്ച് പറക്കാൻ സാധ്യല്ല. അല്ലെങ്കിലോ അത് ഇഷ്ടം പോലെ പറന്നു നടക്കുന്നതായിരുന്നു. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞിരുന്നതായിട്ടുള്ള മനസ്സിനെ, താന്തോന്നിയായി നടന്നിരുന്ന മനസ്സിനെ നമുക്ക് പ്രാണരോധനം കൊണ്ട് ലയിപ്പിക്കാം, നിയന്ത്രിക്കാം, കൂട്ടിലടയ്ക്കാം. അതാണ് ഇവിടെ രമണ മഹർഷി പറഞ്ഞു തരുന്നത്. അപ്പൊ പ്രാണരോധനം, നമുക്കറിയാം, നമ്മൾക്ക് ഏതെങ്കിലും ഒരു വികാര വിക്ഷോഭം മനസ്സിലുണ്ടായാൽ നമ്മുടെ പ്രാണന്റെ വിഗതികൾ വ്യത്യാസപ്പെടുന്നത്. ദേഷ്യം വന്നാൽ നമ്മള് പെട്ടെന്ന് ശ്വാസം എടുക്കും, കാണിക്കും. ശാന്തിയാവുമ്പോൾ നമ്മുടെ ശ്വാസം എങ്ങനെയാണ്? ദീർഘമാവും, അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു ടെൻഷനിലിരിക്കുമ്പോൾ അവസാനം ആ ടെൻഷന് ഒരു പരിഹാരമായി എന്ന് വിചാരിക്കും. ആരെങ്കിലും കാത്തിരിക്കുമ്പോൾ നമ്മൾ ടെൻഷൻഡ് ആയിരിക്കും. എന്താ കാണാത്ത, എന്ത് പറ്റിയോ, വല്ല ആപത്തും പറ്റിയോ എന്ന് വിചാരിച്ച് ടെൻഷൻഡ് ആയിട്ടിരിക്കുമ്പോഴാണ് അതാ ആളുടെ നിഴല് കാണുന്നത്, അല്ലെങ്കിൽ അയാൾ വരുന്ന വാഹനത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പൊ എന്തായി? അത്രയും നേരം അജിറ്റേറ്റഡ് ആയിരുന്ന, ടെൻസ്ഡ് ആയിരുന്ന ആ മൈൻഡ് ദീർഘശ്വാസം. പിന്നീട് ദീർഘശ്വാസമാണ് ശാന്തിയുടെ ലക്ഷണമാണ്.
ദീർഘമായിട്ട് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. കോപം അതുപോലെയുള്ള തീവ്ര വികാരങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ശ്വാസഗതി വളരെ വേഗത്തിലാവും. അപ്പൊ ഈ വേഗത്തിലായ ശ്വാസഗതിയെ നിയന്ത്രിച്ച് മന്ദഗതിയിലാക്കി സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രാണനെ നമ്മൾ അങ്ങനെ നിയമിക്കുകയാണെങ്കിൽ പതുക്കെയുള്ളതായിട്ടുള്ള ശ്വാസോച്ഛ്വാസത്തിലൂടെ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ഗുരുക്കന്മാരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അധ്യാപകരൊക്കെ പറയുമായിരുന്നു, ദേഷ്യം വരണു എന്ന് പറഞ്ഞാൽ നിനക്ക് ദേഷ്യം വരണമെങ്കിൽ നീ 30 വരെ എണ്ണ് എന്ന് പറയും. അപ്പൊ നമ്മള് ആ 30 വരെ എണ്ണാൻ തുടങ്ങുമ്പോൾ എന്താവും, മനസ്സ് അതിലേക്കാവും. 1, 2, 3, 4 ആദ്യം ഇത്തിരി വേഗത്തിൽ എണ്ണും, പിന്നെ പതുക്കെ മനസ്സ് ശാന്തമായി 30 ആവുമ്പോഴേക്കും ശ്വാസോച്ഛ്വാസം നോർമലാവും. ശ്വാസോച്ഛ്വാസം നോർമലാവുമ്പോൾ നമ്മുടെ ദേഷ്യവും നോർമലാവും, എന്ന് വെച്ചാൽ താണുപോകും, ശമിക്കും. കാറ്റടങ്ങി, അപ്പൊ തിരയും അടങ്ങി അല്ലേ? കാറ്റടങ്ങുമ്പോൾ സമുദ്രത്തിലെ ജലാശയങ്ങളിൽ തിരകൾ അടങ്ങുന്നത് പോലെയാണ് നമ്മുടെ പ്രാണന്റെ ഗതിയും ശാന്തമാകുമ്പോൾ മനസ്സിന്റെ നിയന്ത്രണവും പൂർണ്ണമാകുന്നത്, ശാന്തി ഉണ്ടാകുന്നത്. അപ്പൊ അതിനുള്ള അഭ്യാസമാണ് പ്രാണായാമം. പതുക്കെ ദീർഘമായിട്ട് ഇൻഹേൽ ചെയ്യുക, എന്നിട്ട് കുറേ നേരം ഉള്ളില് കുംഭകം അല്ലെ, പൂരകം വന്ന് ഉള്ളിലോട്ട് വലിച്ച് കുറേ നേരം കൊണ്ട് പൂരകം ചെയ്ത്, പിന്നെ ഉള്ളിൽ കുറേ നേരം അതിന്റെ ഇരട്ടി സമയം കുംഭകം ചെയ്ത്, പിന്നെ അതിൻ്റെയും ഇരട്ടി സമയത്തിൽ ദീർഘമായിട്ട് നിശ്വാസം ചെയ്യുക, രേചകം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഇൻഹലേഷൻ അഥവാ പൂരകം, ഉള്ളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതിനെ കുംഭകം എന്ന് പറയും, പുറത്തേക്ക് എക്സേൽ ചെയ്യുന്നതിനെ രേചകം എന്ന് പറയും. അപ്പൊ അങ്ങനെ പൂരക കുംഭക രേചകങ്ങളിലൂടെ പ്രാണന്റെ ഗതിയെ വളരെ മന്ദമാക്കി നിയന്ത്രിക്കുക. അപ്പൊ മനസ്സ് നിയന്ത്രിതമാകും, ശാന്തമാകും. അത് ഒരു പരിശീലനം കൊണ്ട് നമുക്ക് നേടി സ്ഥിരമാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ പറയുക, പ്രാണഗതി മന്ദമായിരിക്കുന്ന ഒരാൾക്ക് ആയുസ് കൂടുകയും ചെയ്യും. ഇത് യോഗശാസ്ത്രം പറയുന്നതാണ്. മറ്റത് നമ്മുടെ കോട്ട നമ്മൾ വേഗം ശ്വസിച്ച് തീർക്കണോ, വേഗത്തിൽ വേഗത്തിൽ എണ്ണി എണ്ണി ശ്വാസം തീർക്കുമ്പോൾ നമ്മുടെ ആയുസ് തീർന്നു എന്നർത്ഥം. അത്രയും നമുക്ക് എത്ര ശ്വാസോച്ഛ്വാസം എടുക്കാൻ നമുക്ക് കോട്ട അനുവദിച്ചിട്ടുണ്ടോ അത് നമ്മൾ വേഗം ശ്വസിച്ച് തീർക്കുകയാണ്. കൂടുതൽ ഓക്സിജൻ നമ്മൾ എക്സോസ്റ്റ് ചെയ്യണം. നമുക്ക് എങ്ങനെയാണോ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മുടെ അരിയുടെ കണക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ കഴിക്കാനുള്ള അരി എപ്പോ എവിടെ എത്ര എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം എത്ര കുടിക്കണം, എവിടെ കുടിക്കണം, എപ്പോൾ കുടിക്കണം. അതുപോലെ നമ്മൾക്ക് കഴിക്കാനുള്ള വായുവിലും കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കോട്ട അലോട്ടഡ് ആണ്. അപ്പൊ നമ്മള് വേഗത്തില് ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ എന്താവണു, കോട്ട തീരുകയാണ്. വേഗം 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 അത്രയും ഓക്സിജനെ നമ്മൾ വേഗം പൊല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് കളയുകയാണ്. വായു മലിനീകരണം നമ്മൾ വേഗത്തിൽ നടത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോട്ട തീർന്നു എന്നർത്ഥം, കടം തീർന്നു. അപ്പൊ വേഗം പോകാം. അതുകൊണ്ട് തന്നെ മനസ്സിനെ ഇതുപോലെ ശാന്തമാക്കി ശ്വാസകോശത്തെ ഉച്ഛ്വാസ ഫംഗ്ഷനെ വളരെ പതുക്കെയാക്കിയാൽ ആയുസ് നീട്ടിക്കിട്ടും. അതുകൊണ്ടാണ് യോഗികളായിരിക്കുന്ന ആളുകൾക്ക് ദീർഘ ആയുസ് ഉണ്ടാവുന്നത്. അവർ 120 വയസ്സ് വരെയും 130 വയസ്സ് വരെയും ചിലർ 200 വയസ്സ് വരെയൊക്കെ ജീവിച്ചതായിട്ട് പറയുന്നു. വെച്ചാൽ അവരുടെ കോട്ട അവർ ഉപയോഗിച്ചിട്ടില്ലേ, പെൻഡിങ് വെച്ചിരിക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട്. നമ്മൾ ചിലര് വേഗം കോട്ട തീർക്കുന്നു, കടം തീർത്ത് വേഗം സ്ഥലം വിടുന്നു. ചിന്തിക്കുക. അപ്പൊ പ്രാണായാമം മനസ്സിനെ നിയന്ത്രിക്കാനുള്ളതാണ്. പ്രത്യാഹാരം എന്ന് പറഞ്ഞാല് വീണ്ടും പ്രത്യാഹാരം, ആഹാരം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഇൻപുട്ടിനെയാണ് ആഹാരം എന്ന് പറയുന്നത്. കഴിക്കുന്നതെല്ലാം വായു കൊണ്ട് കഴിക്കുന്നത് മാത്രമല്ല, കണ്ണുകൊണ്ട് കാണുന്നത്, മൂക്കുകൊണ്ട് മണക്കുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, സ്പർശിക്കുന്നതൊക്കെ ആഹാരമാണ്. ആഹരതി ഇതി ആഹാര, ആഹരിക്കുക എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നാണ്. അപ്പൊ 5 ഇന്ദ്രിയങ്ങളും കൊണ്ടുവരുന്നതെല്ലാം എന്താണ്, ആഹാരമാണ്. അതിനെ നിയന്ത്രിക്കലാണ് പ്രത്യാഹാരം. അതിനെ വിപരീതമാക്കുക എന്ന് വെച്ചാൽ എപ്പോഴും
വാരി വലിച്ച് ആഹരിക്കുന്നതിന് പകരം അതിനെ അകറ്റി നിർത്താനുള്ള, ആവശ്യത്തിന് നിയന്ത്രിച്ച് നിർത്താനുള്ളതായിട്ടുള്ള ഒരു കൺട്രോൾ, അതാണ് പ്രത്യാഹാരം. അത് എങ്ങനെയാണ് സാധിക്കേണ്ടത്? അത് പ്രതിപക്ഷ ഭാവന എന്ന് പറയും. നമ്മൾ വിഷയങ്ങളിൽ ഇന്ന് കാണുന്നതായിട്ടുള്ള ശോഭ, അത് നമ്മുടെ ചിന്തയില്ലായ്മ കൊണ്ട്, വിവേകമില്ലായ്മ കൊണ്ട് നമ്മൾ കൽപ്പിച്ചതാണ്. യഥാർത്ഥത്തിൽ അത്രയ്ക്കുള്ള ശോഭയൊന്നും ഈ വസ്തുക്കൾക്കൊന്നും ഇല്ല. നമ്മൾ അർഹിക്കുന്നതിലധികം മൂല്യം കൽപ്പിച്ചിരിക്കുകയാണ് ഓരോ വസ്തുക്കളിലും. വേണ്ട രീതിയിൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്താൽ, വിചാരം ചെയ്താൽ നമുക്ക് ബോധ്യമാവും ഈ വസ്തുക്കൾക്കൊന്നും നമുക്ക് സുഖം തരാനുള്ള കഴിവില്ല, അതൊന്നും നിത്യവും അല്ല. അപ്പോൾ അനിത്യമാണ്, അസുഖമാണ് ഈ ലോകത്തിലുള്ള സർവ്വ വസ്തുക്കളും. അതുകൊണ്ട് അത്രയ്ക്കുള്ള പരിഗണനയൊന്നും ഇവര് അർഹിക്കുന്നില്ല എന്ന് വിവേകം ചെയ്ത് ആ നമ്മുടെ ഉള്ളിലുള്ള ഇപ്പൊ കൊടുത്തിരിക്കുന്ന ശോഭന അധ്യാസം എന്ന് പറയും. നമ്മൾ അധ്യസിച്ചിരിക്കുകയാണ് ശോഭയെ. എന്തില്? വസ്തുക്കളില്. അഡ്വർടൈസ്മെന്റുകളൊക്കെ കേട്ടിട്ട് ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു അത് നല്ലതാണ്, ഇന്നത് നല്ലതാണ്, മറ്റത് നല്ലതാണ് എന്ന് ഓരോരുത്തരും പരസ്യം ചെയ്തുകൊണ്ടേയിരിക്കുക. മാധ്യമങ്ങളും അല്ലാതെ മനുഷ്യരും ഒക്കെ വന്ന് നമ്മുടെ അടുത്ത് പരസ്യം ചെയ്യണം ഇന്ന വസ്തുവിന്റെ മഹിമ. അപ്പൊ നമ്മുടെ മനസ്സിൽ അത് വലുതാവുകയാണ്. ഊതി ഊതി വീർപ്പിച്ച് വലുതാക്കി അതിൽ ശോഭ അധ്യസിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താവണോ? അതിൽ ശോഭ കാണുന്നത് കൊണ്ട് അത് കിട്ടിയാൽ എനിക്ക് സുഖമാകും എന്നൊരു ധാരണ ഉറയ്ക്കുന്നു. അങ്ങനെയാണ് അത് വേണം 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 എന്നുള്ള കൊതി വർദ്ധിച്ച് പിന്നെ അതിനു വേണ്ടി പ്രയത്നം ചെയ്യുന്നത്, എന്നിട്ട് അതിനെ സ്വന്തമാക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ധാരണയാണ് ഈ ശോഭന അധ്യാസം എന്നുള്ളത്. അതിനെ നമ്മൾ വിപരീത ഭാവന കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യണം. നമ്മൾ അമിതമായിട്ട് അതിന് വാല്യൂ കൽപ്പിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ അത് ഇത്രയൊന്നും ഡിസർവ് ചെയ്യുന്നില്ല. ആവശ്യത്തിനെല്ലാം വേണം. വിശക്കുമ്പോൾ നല്ല ഭക്ഷണം വേണം, ദാഹിക്കുമ്പോൾ നല്ല വെള്ളങ്ങൾ വേണം, ഉടുക്കാൻ വസ്ത്രം നല്ലത് വേണം. ശരിയൊക്കെ തന്നെയാണ്. അതിന് നമ്മൾ അർഹിക്കുന്നതിൽ കൂടുതൽ വില കൊടുക്കേണ്ടതില്ല. അതിന് അർഹിക്കുന്നതിൽ കൂടുതൽ പ്രയത്നം ചെയ്യേണ്ടതില്ല. നമ്മുടെ മനസ്സും ബുദ്ധിയും എനർജിയും ഒന്നും അതിലേക്ക് അധികം വിനിയോഗിക്കേണ്ട കാര്യമില്ല എന്നുള്ള വിവേകം ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക. അതാണ് പ്രത്യാഹാരം, പ്രതിപക്ഷ ഭാവന. അതാണ് നമ്മൾ മുമ്പിലത്തെ ശ്ലോകത്തിലൊക്കെ കണ്ടത്. അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തദ സുഖലേശ സത്യം പുത്രാദപി ധനഭജാം ഭീതിഹി സർവത്രൈഷാ വിഹിതാരീതിഹി. ഒരു പ്രതിപക്ഷ ഭാവനയാണ്. അർത്ഥത്തെ അനർത്ഥമെന്ന് കരുതുക. കാരണം നമ്മുടെ കയ്യിൽ എത്ര അർത്ഥമുണ്ടോ അത്രയും ശത്രുക്കൾ വർദ്ധിച്ചു വരും. അതുപോലെ നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാമാഗാ മോഹാവേശം ഏതൻ മാംസവസാദി വികാരം മനസ്സി വിചിന്തയ വാരം വാരം. ആ മോഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വിചാരം ചെയ്യൂ. വാരം വാരം മനസ്സി വിചിന്തയ. തിങ്ക് അഗെയിൻ ആൻഡ് അഗെയിൻ. അങ്ങനെ പ്രതിപക്ഷ ഭാവന. അപ്പൊ ഓരോന്നിലുള്ള ശോഭയെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിനോടുള്ള ആസക്തി ഇല്ലാതെയാണ്. അതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അപ്പൊ പ്രാണായാമം, പ്രത്യാഹാരം, നിത്യാനിത്യ വിവേക വിചാരം. നിത്യ അനിത്യ വിവേക വിചാരം. നിത്യവും അനിത്യവും ഏതാണെന്ന് വേണ്ട രീതിയിൽ വിവേകം ചെയ്ത് വിചാരം ചെയ്ത് ഉറപ്പിക്കുക. ഏതാണ് നിത്യം, ഏതാണ് അനിത്യം? ഈ ലോകത്തിൽ കാണുന്ന സർവവും അനിത്യമാണ്. കാരണം എല്ലാം ഉണ്ടായതാണ്. ഭൂതമായിട്ടുള്ളതെല്ലാം നശ്വരമാണ്. ജാതമായതെല്ലാം മരണമുള്ളതാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു. ഇത് നിയമമാണ്. ചിലതിന് ലോഞ്ചിവിറ്റി കൂടുതലുണ്ടാവും, ചിലതിന് കുറവായിരിക്കും. തരതമ ഭേദമേ ഉള്ളൂ, സാപേക്ഷികമേ ഉള്ളൂ. ചിലതിന് ലൈഫ് ലോങ് ആണ്, ചിലതിന് ഷോർട്ട് ലൈഫാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഏതായാലും കൺഫേം ആണ്. അപ്പൊ നിത്യം എന്താണ്, അനിത്യം എന്താണ് എന്ന് വിചാരം ചെയ്ത് ഉറപ്പിക്കുക. അപ്പൊ നിത്യമായത് ആത്മാ, 3 കാലത്തും മാറ്റമില്ലാത്ത ഒരേ ഒരു വസ്തു. നമ്മുടെ ശരീരം നിത്യമല്ല, അത് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ശരീരമാണ്, അത് ദേഹമാണ്. ദഹിച്ചുകൊണ്ടേയിരിക്കുന്നതും ജീർണിച്ചുകൊണ്ടേയിരിക്കുന്നതുമാണ് ശരീരം.
അപ്പൊ അത് നിത്യമല്ല. പിന്നെ ഏതാ നിത്യം? ഈ ജീർണിച്ചു കൊണ്ടിരിക്കുന്നതിൽ ജീർണിക്കാതെ എന്നും ഞാൻ 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 എന്ന് ഒരേ ഭാവത്തില് ബാല്യാദിഷ്വപി ജാഗ്രതാദിഷു സർവാസു അവസ്ഥാസു, ഊണിലും ഉറക്കത്തിലും എന്ന് പറഞ്ഞ പോലെ എല്ലാ അവസ്ഥയിലും ഞാൻ 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 എന്ന് പറയുന്ന, വയസ്സായാലും ഏതൊരു ഞാൻ ഉള്ളിലുണ്ടാകുന്നുവോ ആ ഞാനിന് വയസ്സാകുന്നില്ല, ശരീരത്തിനാണ് വയസ്സാകുന്നത്. ആ ഞാനിന്റെ ഉറവിടം, ഞാനിന്റെ യഥാർത്ഥ ഞാൻ, അതെന്താണ്? ആ യഥാർത്ഥ അഹം, വിശേഷണങ്ങളില്ലാത്ത അഹത്തെ തിരിച്ചറിയുക. നമ്മൾ പലപ്പോഴും അഹം എന്ന് വിചാരിക്കുന്നത് വിശേഷണങ്ങളോട് കൂടിയിട്ടാണ്, കുപ്പായങ്ങളോട് കൂടിയിട്ടാണ്. ആ കുപ്പായങ്ങളെയൊക്കെ അഴിച്ചു കളഞ്ഞ് ശേഷിക്കുന്നത് എന്താണെന്ന് നോക്കുക. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമ ഭൂമിർ ന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ആ എന്നെ ഞാൻ കണ്ടെത്തുക. ആ ഞാനാണ് നിത്യം. ആ നിത്യമായതാണ് എൻ്റെ സ്വരൂപം എന്ന് ഉറപ്പിക്കുക. അനിത്യമായ ദേഹാദികളിലുള്ള ഭ്രമത്തെ വെടിയുക. നമ്മുടെ ദേഹം മുതൽക്ക് ബ്രഹ്മാവിന്റെ ദേഹം വരേക്കും നശ്വരമാണ്. അപ്പൊ അതിലൊന്നും ആസക്തി ഇല്ലാതെയാവുക. ഈ പ്രപഞ്ചത്തിൽ എല്ലാം നശ്വരമാണ്. അതാണ് വിവേകം ചെയ്ത് ഉറപ്പിക്കേണ്ടത്. നിത്യാനിത്യ വിവേക വിചാരം കുരു. പ്രാണായാമം കുരു, പ്രത്യാഹാരം കുരു, നിത്യാനിത്യ വിവേക വിചാരം കുരു. കുരു എന്നുള്ളത് അവസാന വരിയിലുണ്ട്. കുരു അവദാനം മഹദ് അവദാനം എന്ന്. അവിടെ കുരു അവദാനം എന്നുള്ളത് പിരിക്കുമ്പോൾ കുരു പ്ലസ് അവദാനമാണ് കുർവ് അവദാനം. ആ കുരു എല്ലായിടത്തേക്കും എടുക്കേണ്ടതാണ്. എല്ലായിടത്തും കുരു അപ്ലൈ ചെയ്യണം. എവിടേക്കാ? പ്രാണായാമം കുരു. കുരു എന്ന് പറഞ്ഞാൽ ത്വം കുരു, നീ ചെയ്യൂ എന്നാണ് ഉപദേശം. പ്രത്യാഹാരം കുരു, നിത്യാനിത്യ വിവേക വിചാരം കുരു. ജാപ്യ സമേത സമാധി വിധാനം കുരു. മഹദ് അവദാനം അവദാനം കുരു. അപ്പൊ എന്താണ് ജാപ്യ സമേത സമാധി നിദാനം വിധാനം? ജാപ്യ സമേതം എന്ന് പറഞ്ഞാൽ ജപസമേതം തന്നെ. ജാപ്യം എന്ന് പറഞ്ഞാൽ ജപിക്കേണ്ടതായിട്ടുള്ള വസ്തു വിഷയം. ആ ജപത്തോടുകൂടെ സമാധി വിധാനവും കുരു. സമാധി എന്ന് പറഞ്ഞാൽ സമാധി അഭ്യാസം എന്ന് പറഞ്ഞാൽ ധ്യാനാഭ്യാസം തന്നെ. ധ്യാനത്തിന്റെ ഒരു പാരമ്യമാണ് സമാധി. ധാരണ, ധ്യാനം, സമാധി, ഇത് മൂന്നും ചേർത്താണ് സമാധി അഭ്യാസം എന്ന് പറയാം. സമാധി എന്ന ലക്ഷ്യത്തിലേക്കുള്ള പടികളാണ് ധാരണയും ധ്യാനവും. അപ്പോൾ ആ സമാധിയിലാണ് എത്തേണ്ടത്. സമാധി എന്ന് പറഞ്ഞാല് ബുദ്ധി ശാന്തമായ അവസ്ഥ, സമമായ ധി. ആ സമത്തിൽ ഉറയ്ക്കുകയാണ് ബുദ്ധി. എല്ലാറ്റിലും സമത്തെ ദർശിക്കുമ്പോഴാണ് സമാധി. പ്രപഞ്ചത്തിലുള്ള സർവ നാനാത്വങ്ങളിലും നാമരൂപങ്ങളിലെല്ലാം സമമായിരിക്കുന്ന ആ പരമ്പൊരുളിനെ യഥാർത്ഥത്തിൽ അറിയുമ്പോൾ ബുദ്ധിക്കുണ്ടാവുന്ന ഒരു ശാന്തിയുണ്ട്, ഒരു സ്വസ്ഥതയുണ്ട്, ഒരു ചലനമില്ലാത്ത അവസ്ഥയുണ്ട്. നിശ്ചലതത്വം എന്ന് മുമ്പേ പറഞ്ഞു. ബുദ്ധിക്ക് യാതൊരു തരത്തിലുള്ള അജിറ്റേഷനും ഉണ്ടാവുന്നില്ല. ഒരു ഡിസയറോ ഒരു ആങ്കറോ ഒരു ഗ്രീഡോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അജിറ്റേഷൻ ഈ ബുദ്ധിയിൽ ഉണ്ടാവുന്നില്ല. അതാണ് യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നത്. ആ ചിത്തവൃത്തികളുടെ നിരോധിതമായിട്ടുള്ള അവസ്ഥയാണ് യോഗം. അത് തന്നെയാണ് സമാധി. അപ്പൊ ആ ഒരു ശാന്തമായ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി പ്രയത്നം. അപ്പൊ ആ ശാന്ത അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജപം ചെയ്യുന്നതും വിചാരം ചെയ്യുന്നതും. ഇപ്പൊ ജപം എന്ന് പറഞ്ഞാല് മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള, ഇന്ദ്രിയങ്ങളെ, ശരീരത്തെ ഒക്കെ നിയന്ത്രിക്കുവാനുള്ള ഒരു ഉത്തമ സാധനയാണ് ജപം. മനസ്സിനും വാക്കിനും ശരീരത്തിനും ഒരു നിയമം കൊടുക്കുകയാണ്, ഒരു നിയന്ത്രണം കൊടുക്കുകയാണ്, ഒരു ഡ്യൂട്ടി കൊടുക്കുകയാണ്. അതാണ് ജപം. ആ ജപിക്കുന്നത് എന്തെങ്കിലും ജപിച്ചാൽ, അർത്ഥമില്ലാത്ത പദങ്ങൾ ജപിച്ചാൽ നമുക്ക് എന്താ പറയുക, പരിമിതമായ പ്രയോജനമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ല അർത്ഥമുള്ളതായിട്ടുള്ള ഈശ്വരന്റെ നാമങ്ങൾ, അതിന്റെ അർത്ഥം ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പരമസത്യത്തിലേക്ക് നമ്മൾ എത്തും. ഇപ്പൊ രാമഹ എന്ന നാമം യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം ചിന്തിച്ചാല്
രമന്തേ സർവേഷു ഭൂതേഷു, എല്ലാവരുടെ ഉള്ളിലും എല്ലാവരെയും രമിപ്പിക്കുന്നവനും സ്വയം രമിക്കുന്നവനുമാണ് രാമൻ എന്ന് പറയുമ്പോൾ എല്ലാവരെയും രമിപ്പിക്കുന്നത് എന്താണ്? ഈ ഞാൻ 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 എന്ന അഹം തത്വമാണ് നമ്മളെ രമിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവാണ് നമ്മളെ രമിപ്പിക്കുന്നത്. ഈ ആത്മാവിന്റെ രതിക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ എല്ലാ പ്രയത്നവും. നമ്മുടെ ഉള്ളിലുള്ള ഈ ആത്മാവിന്റെ പ്രീതിക്ക് വേണ്ടി ആണ് നമ്മുടെ എല്ലാ പ്രയത്നവും. അതിന്റെ ശാന്തിക്ക് വേണ്ടിയാണ് നമ്മുടെ എല്ലാ പ്രയത്നവും. അതിന് തടസ്സമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രയത്നങ്ങളൊക്കെ. ഈ ആത്മാവിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന എല്ലാറ്റിനെയും നിവാരണം ചെയ്യുവാനും ആത്മാവിന് സ്വസ്ഥത നൽകുന്ന എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ അതൊക്കെ സമ്പാദിക്കുവാനുമായിട്ടാണ് നമ്മുടെ പ്രയത്നം. അപ്പൊ നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നത്, ഭാര്യ, ഭർത്താവ്, മക്കള്, ബന്ധുക്കള്, സുഹൃത്തുക്കള് എന്നൊക്കെ പറയുന്നത് എപ്പോഴാണ്? ഏതുവരെയാണ്? നമ്മൾക്ക് പ്രീതികരമായി അവർ പെരുമാറുന്നത് വരെ, നമുക്ക് അനുകൂലമായിരിക്കുന്നത് വരെയുള്ളവരൊക്കെ. അപ്പൊ എൻ്റെ ആത്മാവിന് ശാന്തി തരുന്നുവെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ ഭാര്യ ഡൈവോഴ്സ്. ഭർത്താവ് എനിക്ക് ശാന്തി തരുന്നത് വരെ, മക്കൾ എനിക്ക് ശാന്തി തരുന്നത് വരെ. അപ്പൊ എനിക്ക് ഏതൊക്കെ രീതിയിൽ അവർക്ക് ശാന്തി തരാൻ പറ്റും? ഞാൻ അവരിൽ നിന്ന് ശാന്തി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, വിപരീതമായി അശാന്തി തരികയും കൂടി ചെയ്യുമ്പോൾ എത്ര കാലം സഹിക്കും? അല്ലേ? ദിവസവും നമുക്ക് സഹിക്കാൻ പറ്റാതെയാണ് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നത് തന്നെ. മടുത്തു. പകൽ മുഴുവൻ ഓരോന്ന് മറ്റുള്ളവരുടെ അശാന്തി നമ്മൾ സഹിച്ചാണ് രാത്രിയാവുമ്പോൾ നമ്മൾ എല്ലാവരോടും പറയും, എല്ലാവരും ഒന്ന് മാറിത്തരൂ, എല്ലാവരും ഒന്ന് പോകൂ, അവരവരുടെ പാട്ടിൽ പോയി കിടക്കൂ, ഞാൻ കിടക്കട്ടെ. എന്താ കാരണം? ആരും നമുക്ക് സുഖം തരുന്നില്ല. എല്ലാവരും നമുക്ക് അശാന്തിയാണ് തരുന്നത്. എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും കുറേ കഴിയുമ്പോൾ മടുക്കും. നമ്മുടെ ആശ തീരുവോളം നമ്മൾ ഇരുന്ന് സംസാരിച്ചു എന്ന് വരും. ആശ തീരുവോളം അവരുമായിട്ട് പലതും ക്രീഡിച്ചു എന്ന് വരും. കുട്ടികളാണെങ്കിൽ ആ കളികള്, വലിയവരാണെങ്കിൽ ആ കളികള്, അങ്ങനെ ആശ തീരുവോളേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പറയും, മതി, മാറിക്കിടക്ക്, ഞാൻ കിടക്കണു. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? അവനവനിലേക്ക് മടങ്ങണം. അതാണ് സ്വൈരം. അതാണ് സ്വൈരം എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ രമിക്കലാണ്. സ്വസ്മിൻ രമതേ ഇതി സ്വൈരം. അവനവനിൽ രമിക്കലാണ് സ്വൈരം വാസ്തവത്തിൽ. അത് നേരത്തെ മനസ്സിലാക്കിയാൽ ഇപ്പൊ നമ്മൾ വിഷയങ്ങളിൽ രമിക്കുന്നത് വിട്ട് തന്നെ അകത്തേക്ക് തിരിയും. മറ്റുള്ളവരിൽ അല്ല നമ്മൾ രമിക്കേണ്ടത്. മറ്റുള്ളവരിലുള്ള രമണം ശാശ്വതമല്ല. അവരാരും നമ്മുടെ സുഖത്തിന് വേണ്ടി ഉള്ളവരല്ല. അവരവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സ്വാർത്ഥം ഉണ്ട്. എല്ലാവരും അവരവരുടെ സുഖത്തിനും സ്വൈരത്തിനും വേണ്ടിയിട്ടാണ് ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. അല്ലാതെ നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ചുറ്റിലും ആരുമുള്ളത്. ഇത് നേരത്തെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് എന്നും ഉള്ളിൽ രമിക്കാം. നമുക്ക് ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഉണർന്നു തന്നെ സ്വയം തന്നിൽ രമിക്കാം. അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. മഹാത്മാക്കൾ അങ്ങനെയാണ്. അവരെപ്പോഴും ആത്മാരാമന്മാരാണ്, അല്ലാതെ വിഷയാരാമന്മാരല്ല. മറ്റ് വ്യക്തികളിൽ രമിക്കുന്നവരല്ല, അവനവനിൽ രമിക്കുന്നവരാണ്. അപ്പൊ അതിനുള്ള ഒരു സഹായത്തിലേക്ക് എത്തിക്കും നമ്മുടെ ജപം. ജപം എന്ന് പറഞ്ഞാൽ ഒരേ നാമത്തെ തന്നെ നിരന്തരം ആവർത്തിക്കുന്നതിനെയാണ് ജപം എന്ന് പറയുന്നത്. മറ്റത് സ്തോത്ര പാരായണങ്ങളൊക്കെ നമ്മൾ പല നാമങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നു. അതും നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും ശാന്തമാക്കാനും സത്വഗുണ പ്രധാനമാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് മറ്റ് സ്തോത്ര പാരായണങ്ങളൊക്കെ. അപ്പൊ സഹസ്രനാമ സ്തോത്രങ്ങളാണെങ്കിൽ പോലും ഒരു സ്തോത്ര പാരായണമാണ്. അതിനെ ജപം എന്ന് പറയില്ല. ജപം എന്ന് പറയുമ്പോൾ ഒരു നാമം ആവർത്തിച്ച്, ഇഷ്ടദേവതയുടെ ഒരു നാമം ഗുരു ഉപദേശം സ്വീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്വയം തെരഞ്ഞെടുത്തുകൊണ്ടോ ആവർത്തിച്ച് ചെയ്യുന്നതിനാണ് ജപം എന്ന് പറയുന്നത്. അതാണ് വിഷ്ണു സഹസ്രനാമം മുഴുവൻ ചൊല്ലിക്കഴിഞ്ഞ് അവസാനം മഹാദേവൻ പാർവതീദേവിയോട് പറഞ്ഞത്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ. ആ രാമ 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 എന്ന ഒരൊറ്റ നാമം മതി സഹസ്രനാമത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞത്
ശരിയാണ്, അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. രാമ 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 എന്ന് ആവർത്തിക്കുന്നത് സഹസ്രനാമം ചൊല്ലുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അത് അറിയുന്നവർക്കേ അറിയുള്ളൂ. അത് സാധിക്കണമെങ്കിൽ നല്ല പക്വത വരണേ. മറ്റത് സഹസ്രനാമത്തിന്റെ വൈവിധ്യത്തിൽ രമിക്കുന്നവരാണ് കൂടുതലും. അവരുടെ മനസ്സ് കുറെ കൂടി കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ തിരയുന്നതാണ്. ഏകാന്തത ഇല്ലാത്തവരാണ്, ഏകാഗ്രത ഇല്ലാത്തവരാണ്. ഏകാഗ്രതയുള്ളവർക്ക് രാമനാമം മാത്രം മതി. അപ്പോ രാമനാമം മാത്രം ചൊല്ലുന്നത് ജപവും സഹസ്രനാമം ചൊല്ലുന്നത് സ്തോത്രപാരായണവുമാണ്. ജപത്തേക്കാൾ ഇൻഫീരിയർ ആണ് സ്തോത്രപാരായണം. അപ്പോഴേ നമ്മൾ ജപത്തിലേക്ക് എത്തുള്ളൂ. ആ ജപം കൊണ്ടാണ് നമ്മുടെ മനസ്സിനെ നമുക്ക് കൂടുതൽ നിയന്ത്രിക്കാൻ സാധിക്കുക, കൂടുതൽ ഏകാഗ്രമാക്കാൻ സാധിക്കുക. ചിന്തിക്കുക. അപ്പൊ ജാപ്യ സമേത സമാധി വിധാനം, ജപത്തോടുകൂടിയ ധ്യാന അഭ്യാസം. ധ്യാനം എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രങ്ങൾ ശ്രവണ മനനങ്ങൾ ചെയ്തതിൻ്റെ ഉറപ്പിക്കലാണ്. ഞാൻ ആരെന്നുള്ള തത്വത്തെ നിരന്തര വിചാരം കൊണ്ട് ഉറപ്പിക്കലാണ്. ധ്യാനം എന്നുള്ളത് ഒരു ആക്ഷൻ അല്ല, ഒരു അവസ്ഥയാണത്. മറ്റുള്ള എല്ലാ പ്രവൃത്തികളിൽ നിന്നും വിരമിച്ച്, എല്ലാ പ്രവൃത്തികളെയും ഉപേക്ഷിച്ചുകൊണ്ട് അവനവനിൽ ഇരിക്കാനുള്ള ഒരു ശ്രമമാണ് ധ്യാനം. അവനവനിലുള്ള ഇരുപ്പാണ് സമാധി. ശ്രമമായിരിക്കുമ്പോൾ ധ്യാനവും, അത് സ്വാഭാവികമായി ആ ഇരുപ്പ് ഉറയ്ക്കുമ്പോൾ യോഗാരൂഢൻ എന്ന് പറയുന്നതാണ് സമാധി. ആരുരുക്ഷു എന്ന് ഗീതയിൽ പറയും. ആരുരുക്ഷു എന്ന് പറഞ്ഞാൽ ആരോഹണം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ. ആ ആരുരുക്ഷുവിന് ആത്മനിയന്ത്രണമാണ് പ്രധാനമായിട്ട് വേണ്ടത്. ആരുരുക്ഷോർ മുനേർ യോഗം ശമക്കാരണം ഉച്യത്തെ. യോഗം ആരുരുക്ഷോഹോ മുനേഹേ ശമഃ കാരണം ഉച്യത്തെ. യോഗത്തെ ആരോഹണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു മുനിക്ക്, മനനശീലവാനായിട്ടുള്ള ഒരു അഭ്യാസിക്ക് ശമമാണ് അതിന് കാരണം, അതിന് ഹേതു. അത് അഭ്യസിക്കേണ്ടത്, ശമാഭ്യാസം ചെയ്യണം. യോഗാരൂഢസ്യ തസ്യൈവ ഒരു ഓർമ്മയില്ല. അപ്പോൾ അവൻ തന്നെ യോഗാരൂഢനാകുമ്പോൾ സ്വാഭാവികമായി തീരുന്നു. ഇരിക്കട്ടെ. അപ്പൊ ജാപ്യ സമേത സമാധി വിധാനം കുരു അവധാനം മഹദവധാനം. വളരെ വളരെ അവധാനതയോടുകൂടെ, അവധാനത എന്ന് പറഞ്ഞാല് ശ്രദ്ധ, ജാഗ്രത എന്നൊക്കെ അർത്ഥമാണ്. അപ്പോ സ്ലോലി, ഹേസ്റ്റൺ സ്ലോലി, പതുക്കെ ഗമിക്കുക, പതുക്കെ സഞ്ചരിക്കുക, കെയർഫുള്ളായിട്ട് സഞ്ചരിക്കുക. വളരെ ശ്രദ്ധയോടുകൂടെ, ജാഗ്രതയോടുകൂടെ ഇതിലേക്ക്, കാരണം വളരെ സൂക്ഷ്മമായൊരു തലത്തിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യയാ ദുർഗം പദസ്തത് കവയോ വദന്തി എന്നൊക്കെ ഉപനിഷത്ത്. വാളിന്റെ മുനയിലൂടെ നടക്കുന്നത് പോലെയാണ് എന്നൊക്കെ പറയുന്നില്ലേ. അതൊക്കെ തന്നെ ജാഗ്രതയോടുകൂടെ നടക്കുക, വളരെ ജാഗ്രതയോടുകൂടി, അവധാനതയോടുകൂടെ അവിടേക്ക് എത്തിച്ചേരുക. അപ്പൊ വളരെ വളരെ ശ്രദ്ധയോടെ ഇത് ചെയ്യുക. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേക വിചാരം ജാപ്യ സമേത സമാധി വിധാനം കുരു അവധാനം മഹദവധാനം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പോൾ ഒരു ശ്ലോകം കൂടിയുണ്ട്. നാളെ തീർത്താ മതി എന്നാണ് ഈശ്വര നിശ്ചയം. നമ്മൾ നിശ്ചയിക്കുന്നതല്ല നടക്കുന്നത്. ഈശ്വര നിശ്ചയം നാളെ തീർത്താ മതി എന്നാണ്. അപ്പോൾ നമുക്ക് നാളെ കണക്കാണ്. എൻ്റെ മൊബൈലിൻ്റെ ചാർജും ഔട്ടായി തുടങ്ങി, ഇപ്പോൾ പോകും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനാശംസകൾ. നാളെ വീണ്ടും കാണാം. ഭജഗോവിന്ദം. ഒരു ശ്ലോകം കൂടിയുണ്ട്. ഹരി ഓം.